നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോംവർക്കല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് എടുത്ത് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് എടുത്ത് നോക്കി. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നിങ്ങളുടെ നോട്ട് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ് എഴുതിയിട്ടുള്ളത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം, പ്രൊഡക്റ്റ് ഓഫ് ഗിവൺ നമ്പർ. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഗിവൺ നമ്പേഴ്സ്. സോ 4 സെറ്റ് ആർ ഓൾറെഡി ഗിവൺ ഹിയർ. എ എന്താണ്? 22 and 4. So we need to find out the product of 22 and 4. We need to multiply these two numbers. So first number is 22 and the second number is 4. Multiplication നിങ്ങൾ ആദ്യം പഠിച്ചതല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യും? We need to find out multiplication of 22 and 4. So 22 multiplied with 4. Then first 4 into 8, 4 into 2, 8. Then 4 into 2, 8. So the first answer is 88. എന്താണ്? 22ഉം 4ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 88 കിട്ടും. 4 ഗുണിക്കണം 2 8, 4 ഗുണിക്കണം 2 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ വി ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സെറ്റ്. 11 and 2. 11 and 2, right? So we need to find out the product. How we can find out the product? 11 multiplied with 2, right? So 1 into 2, 2. Then 2 into 1, 2. So the answer will be 22. Clear? 11ഉം 2ഉമാണ് നമുക്ക് ഗുണിക്കേണ്ടത് ബിയിൽ. 11 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? ഒരു 2 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 2 2. 2 into 1, 2 into 1. So we go to next C. 23 and 1. 23 and 1. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? What was the answer? 23 and 1. So we need to multiply 23 with 1. 23 multiplied with 1. We already know that we get the same number if that number multiplied with 1. ഒന്നുകൊണ്ട് ഏതൊരു സംഖ്യയെ ഗുണിച്ചു കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുക. 23 multiplied with 1. 1 into 3, 3. 1 into 2, 2. So here what happened? We get the same number here. So any number is multiplied with 1, we get the same number. ആദ്യം പഠിച്ചതാണ്, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. We go to set D. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4ൽ D എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയേ. 45 and 4. So we need to find out the product of 45 with 4. 45ഉം ഗുണിക്കണം എത്രയാണ്? 4 ആണ്. 4. എന്തായിരിക്കും ഉത്തരം? Here 45 is multiplied with 4. So first 5 into 4 എത്രയാണ്? 20. So we write 0 here. 2 balance. 4 into 4, 4 എത്രയാണ്? 4 into 4, 16. 16 plus this balance 2. 16 plus 2 എത്രയാണ്? 16ഉം 2ഉം കിട്ടും. എത്ര കിട്ടും? 18. 18 കിട്ടും. So this will be the answer. Clear? ഇപ്പം ഇത്രയാണ് അതിൽ പ്രധാനപ്പെട്ടുള്ളത്. ഒന്നുകൂടി പറയാം. 45ഉം 4ഉം കൂടി ഗുണിക്കണം. 5ഉം 4ഉം
14 20 നമുക്കറിയാം 0 20ൻ്റെ 0 നമ്മൾ ഇവിടെ ഇട്ടു 2 ബാലൻസ് ഉണ്ട് ദെൻ 4 16 16 18 ക്ലിയർ so this is that final question that where we already discussed in last class നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതായിരുന്നല്ലോ ആ ദിവസത്തെ വിക്ടേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളോട് പ്രൊഡക്റ്റ് എഴുതാൻ പറയുന്നുണ്ട് ടേബിളിൽ എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആദ്യത്തെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതണം നമ്മൾ ഏതിൻ്റെയൊക്കെ എഴുതും 10ൻ്റെത് എഴുതണം ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് ഹോംവർക്കാണ് 10ൻ്റെത് എഴുതണം 15ൻ്റെത് എഴുതണം 20ൻ്റെത് എഴുതണം 10 15 20ൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം എത്ര വരെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നറിയോ എത്ര വരെ നിങ്ങൾ കണ്ടുപിടിക്കും 15 വരെയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം 15 വരെയുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യും 10ൻ്റെത് കണ്ടുപിടിക്കുക 1 ക്രോസ് 10 എത്രയാണ് then 2 multiplied with 10 3 multiplied with 10 then 4 multiplied with 10 ലാസ്റ്റ് എത്ര എഴുതണം അടുത്ത 5 6 7 8 അങ്ങനെ എഴുതിയിട്ട് 15 വരെ അല്ലെങ്കിൽ 15 വേണ്ട 12 വരെ ചെയ്താൽ മതി നിങ്ങൾ 12 മൾട്ടിപ്ലൈഡ് വിത്ത് 10 എത്ര വരും ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങളൊരു കള്ളിയിലാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതണം അടുത്ത എന്താണ് ചെയ്യുക ഇവിടെയുള്ളത് വിട്ടുപോകരുത് അടുത്ത 5 എഴുതണം 6 എഴുതണം 7 എഴുതണം 8 എഴുതണം അങ്ങനെയാണ് 12 വരെയാണ് എഴുതേണ്ടത് 12 മൾട്ടിപ്ലൈഡ് വിത്ത് 10 വരെ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഈ കോളം എഴുതണം ഇതാദ്യം നോട്ട്ബുക്കിൽ എഴുതുക അടുത്ത 15ൻ്റെയും ഇതുപോലെ ചെയ്യണം 20ൻ്റെയും ചെയ്യണം 15ൻ്റെ എങ്ങനെ ചെയ്യും 1 മൾട്ടിപ്ലൈഡ് വിത്ത് 15 we already discussed any number multiplied with 1 the answer will be 15 so 2 multiplied with 15 എന്തായിരിക്കും ഉത്തരം 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും 15 മൾട്ടിപ്ലൈഡ് വിത്ത് 2 then 3 multiplied with 15 then 4 multiplied with 15 ക്ലിയർ ഇങ്ങനെ എത്ര വരെ എഴുതും അടുത്ത 5 എഴുതണം 6 എഴുതണം 7 എഴുതണം അങ്ങനെ 12 മൾട്ടിപ്ലൈഡ് വിത്ത് 15 എത്ര കിട്ടും എന്നുള്ളത് ഇവിടെ എഴുതണം ഇത് ഭാഷ ചെയ്തു തരണോ ഇത്രയും കൃത്യമായിട്ട് എഴുതുക അവസാനത്തെ ഞാനൊന്ന് ചെയ്തു തരാം ശ്രദ്ധിച്ചോ എന്താണ് ലാസ്റ്റ് എന്താണ് പറയുന്നത് 12 ഇതിൽ ഞാനൊരു നിങ്ങൾക്കൊരു ഉദാഹരണം ചെയ്ത് കാണിക്കുന്നതാണ് ടേബിള് നിങ്ങൾ കൃത്യമായിട്ട് നോട്ടുകൾ വരച്ചിട്ട് ചെയ്യണം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം 12 മൾട്ടിപ്ലൈഡ് വിത്ത് 15 ആണ് പറഞ്ഞത് 15 അല്ലേ ആദ്യം എന്ത് ചെയ്യും വൺസിൻ്റെ സൈഡ് മൾട്ടിപ്ലൈ അല്ലേ സോ 5 മൾട്ടിപ്ലൈഡ് വിത്ത് 2 10 0 നമ്മൾ എഴുതും 1 ബാലൻസ് ദെൻ 5 മൾട്ടിപ്ലൈഡ് വിത്ത് 1 എത്രയാണ് 5 തന്നെ പ്ലസ് 1 6 ദെൻ സെക്കൻഡ് പൊസിഷനിലോട്ട് നമ്മൾ പോകും 10th പൊസിഷൻ 1 മൾട്ടിപ്ലൈഡ് വിത്ത് 2 2 1 മൾട്ടിപ്ലൈഡ് വിത്ത് 1 1 so the answer will be 0 we can add this right 0 6 plus 2 8 then 1 the answer will be 180 the answer will be 180 clear അങ്ങനെ നിങ്ങൾ 15 12 വരെയുള്ള 15ൻ്റെത് 12 വരെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതണം ഇനി അടുത്ത കോളം എന്താണ് ലാസ്റ്റ് കോളം എന്താണ് പറയുന്നത് 20 ആണ് പറയുന്നത് 20ന് എങ്ങനെ എഴുതും 1 മൾട്ടിപ്ലൈഡ് വിത്ത് 20 എത്ര ഉത്തരം ദെൻ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 20
ആൻസർ എഴുതുക. 3 മൾട്ടിപ്ലൈഡ് വിത്ത് 20. ക്ലിയർ? ദെൻ 4 മൾട്ടിപ്ലൈഡ് വിത്ത് 20. എത്ര ഉത്തരം കിട്ടും? അങ്ങനെ എത്ര പേര് എഴുതണം? ലാസ്റ്റ് 5, 6, 7, 8, 9, 10, 11, 12 വരെയുള്ള എഴുതണം. 12 മൾട്ടിപ്ലൈഡ് വിത്ത് 20. എത്ര ആൻസർ കിട്ടും? ഇതാണ് നിങ്ങളുടെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്. 10ൻ്റെയും 15ൻ്റെയും 20ൻ്റെയും ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. ഇതുപോലെ തന്നെ ഹെഡിങ് എഴുതുക. 10 എഴുതുക. 1 മൾട്ടിപ്ലൈഡ് വിത്ത് 10 നിങ്ങൾക്ക് ആൻസർ എഴുതുക. അതുപോലെ 12 വരെ എഴുതുക. 15 എഴുതുക. 15ൻ്റെതും 12 വരെ എഴുതുക. 20 എഴുതുക. 20ൻ്റെതും 12 വരെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഇതിലൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ പറയാൻ പറ്റും. ക്ലിയർ? മാഷ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 3 മൾട്ടിപ്ലൈഡ് വിത്ത് 20. സോ 20 മൾട്ടിപ്ലൈഡ് വിത്ത് എത്രയാണ് വരിക? 20 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എത്ര വരും? സോ ഹിയർ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 0 ഫസ്റ്റ്. സോ എനി നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് 0 is 0. Then 3 മൾട്ടിപ്ലൈഡ് വിത്ത് 2 എത്രയാണ്? 3 into 2 6. So the answer will be 60. ക്ലിയർ? ഇതുപോലെ മുഴുവൻ ചെയ്യുക. ഒന്നുകൂടി പറയണം, മലയാളത്തിൽ പറയണോ? 20നെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞു തന്നെയാണ്. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 0ത്തെ 3 കൊണ്ട് ആദ്യം ഗുണിക്കും. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 0 തന്നെയാണ്. പിന്നെ 3 ഗുണിക്കണം 2, 6. അപ്പോൾ ഇത് എത്രയായിരിക്കും ഉത്തരം? 60. അപ്പോൾ ഇങ്ങനെ 12 വരെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ 10ൻ്റെയും ആദ്യം 10ൻ്റെ എഴുതുക, പിന്നെ 15ൻ്റെ എഴുതുക, പിന്നെ 20ൻ്റെയും എഴുതിയിട്ട് നിങ്ങളുടെ നോട്ടിൽ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരിക. ഓക്കെ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മൾ എന്തിനാണ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്? നമുക്ക് ആകെ തുക, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ തുക നമുക്കറിയാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ആകെ തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പലപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ഉദാഹരണം എന്താണ്? അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണ്. ഒരു പെണ്ണ് നമുക്ക് വാങ്ങിക്കണം. നമുക്കൊരു 5 പെണ്ണ് വാങ്ങിക്കണം. ഒരു 5 പെണ്ണ് നമുക്ക് വാങ്ങിക്കണം. നമ്മൾ കടയിൽ പോയിട്ട് 5 പെന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ കടക്കാരൻ നമ്മളോട് പറയുകയാണ് ഒരു പെന്നിന് 3 രൂപയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്? 5 പെന്ന് നമുക്ക് വാങ്ങിക്കണം. 5 പെന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഒരു പെന്നിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 3 രൂപയാണ് എന്ന് കടക്കാരൻ ചേട്ടൻ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ 5 പെന്നിനും കൂടിയിട്ട് നമുക്ക് ആകെ എത്ര രൂപ ചിലവാകും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പെന്നിന് 3 രൂപയാണ്. 5 പെന്നാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ ഒരു പെന്നിന് 3 രൂപ, രണ്ടാമത്തെ പെന്നിന് എത്ര തന്നെയായിരിക്കും? 3 രൂപ തന്നെ. പിന്നെ മൂന്നാമത്തെ പെന്നിനും 3 രൂപ, നാലാമത്തെ പെന്നിനും 3 രൂപ, അഞ്ചാമത്തെ പെന്നിനും 3 രൂപ. അപ്പോൾ ആകെ എത്ര രൂപയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി, അല്ലേ? 1, 2, 3, 4, 5. 3നെ 5 തവണ നമ്മൾ കൂട്ടണം. 3 + 3 + 3 + 3 എത്ര കിട്ടും നോക്കിയേ? 3 3 6, 6 3 9, 9 3 12, 12 3 15 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ കൂട്ടുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് എങ്ങനെ ചെയ്യാറുണ്ട്? ഗുണിച്ചിട്ട് കണ്ടുപിടിക്കാറുണ്ട്, അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാറുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു പെന്നിന് എത്രയാണോ? ഒരു പെന്നിന് 3 രൂപയാണ്. നമുക്ക് എത്ര പെന്ന് വേണം? 5 പെന്നാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 5 ഗുണിക്കണം 3 ചെയ്യും. എത്ര കിട്ടും? നിങ്ങൾ ഗുണനപ്പട്ടിക പഠിച്ചതല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതല്ലേ? 5ൻ്റെയും 3ൻ്റെയും ഒക്കെ പഠിച്ചതല്ലേ? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എത്രയാണ് ഉത്തരം കിട്ടുക? 5 ഗുണിക്കണം 3 എത്രയാണ്? 15 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത് വേറൊരു സാഹചര്യം നമുക്ക് നോക്കിയാലോ?
നമ്മൾ ഒരു കടയിൽ അരി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളോട് വീട്ടിൽ നിന്ന് അമ്മ പറയുകയാണ് 10 കിലോ അരിയാണ് വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത്. 10 കിലോ അരി വേണം, 10 കിലോഗ്രാം അരിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ അരിക്ക് എത്രയാണ് പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് പറയും? 1 കിലോന് 52 രൂപയാണെന്ന് പറയും. 1 കിലോന് 52 രൂപയാണ്, 52 രൂപയാണ് 1 കിലോന് എന്ന് പറഞ്ഞുതരും. അപ്പം അങ്ങനെയാണെങ്കിൽ 10 കിലോ ആണ് നമ്മളോട് വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പോൾ 10 കിലോന് എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും? എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗുണിച്ചാൽ മതി അല്ലേ. 1 കിലോന് എത്രയാണ്? 52 രൂപ. അപ്പോൾ 10 കിലോന് എത്രയായിരിക്കും? 52 ഗുണിക്കണം 10 എത്രയാണ് കിട്ടുക? ചെയ്ത് നോക്കണോ? 52 ഗുണിക്കണം 10 ചെയ്താൽ എന്ത് കിട്ടും? നോക്കേ, 0 ഗുണിക്കണം 2. So here what happened? 52 is multiplied with 10. 0 multiplied with 2. Any number multiplied with 0. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 0. Then 5 multiplied with 0, 0. Then 1 multiplied with 2. Answer will be 2. Then 1 multiplied with 5. 5. എത്രയാണ് ഫൈനൽ ആൻസർ? 0. ഇത് ആഡ് ചെയ്യല്ലേ ചെയ്യാൻ നോക്കിക്കോളൂ. 0 0 plus 2 2 then 5. So the answer will be എത്രയാണ്? 520. ക്ലിയർ? 520 മനസ്സിലായോ? അപ്പോൾ 1 കിലോന് 52 രൂപയാണ്. അപ്പോൾ 10 കിലോന് എത്രയാണ്? 52നെ 10 തവണ കൂട്ടണം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 52 ഗുണിക്കണം 10 കണ്ടുപിടിക്കും. ഇനി അടുത്ത മറ്റൊരു സാഹചര്യം നമുക്ക് നോക്കാം. നമ്മളൊരു ബേക്കറി ചെല്ലുകയാണ്. ബേക്കറി ചെന്നിട്ട് നമ്മളോട് വീട്ടിൽ നിന്ന് പറഞ്ഞ എന്താണ്? 8 പപ്സ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. 8 പപ്സ് വാങ്ങിച്ചിട്ടാണ് വരാൻ പറഞ്ഞത്. നമ്മൾ ബേക്കറി പോയിട്ട് പറയുകയാണ് 8 പപ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പപ്സിൻ്റെ വില നമ്മളോട് ചേട്ടൻ പറയണം, ബേക്കറിയിൽ ചേട്ടൻ പറയണം ഒരു പപ്സിന് 12 രൂപയാണ് എന്ന് പറഞ്ഞു. ഒരു പപ്സിന് 12 രൂപയാണ്. നമുക്ക് എത്ര പപ്സാണ് വേണ്ടത്? 8 പപ്സ് വേണം. അപ്പോൾ 8 പപ്സ് വാങ്ങിക്കാൻ ആകെ എത്ര രൂപയാവും? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പപ്സിന് 12 രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 8 പപ്സിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? 12 ഗുണിക്കണം 8 നമ്മൾ ചെയ്യും. എത്ര കിട്ടുക? 12 ഗുണിക്കണം 8 നമുക്ക് ചെയ്ത് നോക്കാം. 8 ഗുണിക്കണം 2 8 multiplied with 2. Then answer will be 16. So 6 ഇവിടെ എഴുതും, 1 ബാലൻസ്. 8 multiplied with 1 എത്രയാണ്? ഒരു സംഖ്യ 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെയാണ്. So the answer will be 8 plus 1, this balance, so 9. So answer is 96. ക്ലിയർ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഒന്നുകൂടി പറയാം. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ 1 multiplied with 5 എത്രയാണ്? 5 തന്നെയാണ്. ഏതൊരു സംഖ്യയും 1 multiplied with 36 എത്രയാണ്? 36 തന്നെയാണ്. ക്ലിയർ? ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1ൻ്റെ 2ൻ്റെ 3ൻ്റെ 4ൻ്റെ 5ൻ്റെ 6ൻ്റെ അങ്ങനെ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയറായോ? അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 10 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻ വെൻ എ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് 10? സോ എ നമ്പർ 3 multiplied with 10. The answer will be എത്രയാണ്? 10
multiplied with 3. The answer will be 0 multiplied with 3 is 0 and 1 multiplied with 3 is 3. Sorry, 3. So answer will be 30. Then another example, 5 multiplied with 10. എത്രയാണ് 10 multiplied with 5. 0 multiplied with 5, 0. 5 multiplied with 1, 5. The answer will be 5. Sorry, 50. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നൊരു കാര്യം, നമ്മൾ ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ അവസാനം ഒരു 0 ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. സോ any number multiplied with 10, then the simple answer is, how to find out that simple answer? We can add 0 to the last position. ഓക്കെ, ഇവിടെ 3നെ 10 കൊണ്ട് ഗുണിച്ച് 30 കിട്ടി. എന്താ ചെയ്തേ? 3 കഴിഞ്ഞിട്ട് അവസാനം ഒരു 0 ചേർത്ത് കൊടുത്തു. 5നോ 5 മൾട്ടിപ്ലൈഡ് വിത്ത് 10. ഈ 5 ഇവിടെ തന്നെയുണ്ട്. അവസാനം നമ്മളൊരു 0 ചേർത്ത് കൊടുത്തു. ക്ലിയർ ആയോ? അപ്പോൾ 10നെ കൊണ്ട് നമ്മൾ ഏതൊരു സംഖ്യയെ ഗുണിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനം 10ൽ ഒരു 0 ആണല്ലോ ഉള്ളത്, ആ ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കിയോ, 12. 12നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കുക? ആദ്യം 12 അതുപോലെ തന്നെ എഴുതുക, 12. പിന്നെ 10ന് ഒരു 0 ഉള്ളത്, അപ്പോൾ ഒരു 0 അങ്ങ് എഴുതി കൊടുത്താൽ മതി. ആൻസർ എത്രയായിരിക്കും? 120 ആയിരിക്കും. 15 എടുത്തോളൂ. 15 ഗുണിക്കണം 10. എങ്ങനെയാണ് ചെയ്യുക? 15നെയാണ് ഗുണിക്കണത്, അപ്പോൾ 15 അതുപോലെ തന്നെ എഴുതുക. 10ന് എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ ഒരു 0 നമ്മളിവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 36 എടുത്ത് നോക്കിക്കോളൂ. 36 multiplied with 10. What happened? The number is 36. So we can write here 36. Then we can add a single 0 here. ഇതായിരിക്കും 10 കൊണ്ട് നമ്മൾ ഏതൊരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനം ആ സംഖ്യയുടെ അവസാനം ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. നോക്കിക്കോളൂ, അവസാനം ചെയ്ത ഉദാഹരണം ഒന്ന് വേണം ചെയ്തു നോക്കാം. നോക്കിക്കോളൂ, 36 ഗുണിക്കണം 10. ദേ 0 multiplied with 6, 0. 0 multiplied with 3, 0. Then 1 multiplied with 6. എത്രയാണ്? 6. 1 multiplied with 3, 3. Add these all. 0. 0 plus 6, 6. Then 3. Answer will be 360. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയ നോക്കിയേ. ആൻസർ വിൽ ബി 360. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ അവസാന ഭാഗത്ത് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് എളുപ്പം ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കിയേ, വലിയ വലിയ സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് 10 പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആ സംഖ്യയെ എഴുതാൻ സാധിക്കുമെങ്കിൽ ഗുണിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം അത് നിങ്ങൾ കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടീച്ചർ ചെയ്തു തരുന്നത് അല്ലേ. നോക്കിക്കോളൂ, നമുക്കൊരു ഉദാഹരണം ചെയ്യാം. ഒരു ഉദാഹരണം നമുക്ക് പറയാം. 85നെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കണം. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ 85 and 3. 85 and 3 അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് നേരിട്ട് ഗുണിക്കാൻ നമുക്കറിയാം അല്ലേ? എന്ത് ചെയ്താൽ മതി? 85 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം. എന്താണ്? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 3 15. 5 എഴുതും. ദെൻ 1 വിൽ ബി ബാലൻസ്. 8 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എത്രയാണ്? 8 എത്രയാണ്? 24. ദെൻ പ്ലസ് 1 25. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ആൻസർ എഴുതുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ 85നെ നമുക്ക് എങ്ങനെയെങ്കിലും 10+ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. എങ്ങനെയാണ് 10+ എന്നുള്ള എഴുതാൻ പറ്റുക?
നോക്കിക്കോളൂ 85നെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 10 പ്ലസ് എഴുതിയിട്ട് മാറ്റണം. അപ്പോൾ എന്താ 10 പ്ലസ് എത്രയാണ്? ഇവിടെ എത്രയായിരിക്കും വരിക? ഏതോ ഒന്നിൻ്റെ ഒപ്പരം 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 85 കിട്ടണം. എത്രയാണ്? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 85ന്ന് 10 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 75 കിട്ടും. എത്ര കിട്ടും? 75 കിട്ടും. എന്നിട്ട് ഈ കിട്ടിയതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണ്. ഈ കിട്ടിയതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനുള്ളിലുള്ള അല്ലെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ സംഖ്യയെയും നമ്മൾ 3 കൊണ്ട് ഗുണിച്ച് എഴുതണം. ഓരോ സംഖ്യയും 3 കൊണ്ട് ഗുണിച്ച് എഴുതണം. അപ്പോൾ ആദ്യം എത്രയാണുള്ളത്? 10 ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 10 ഗുണിക്കണം 3 ചെയ്യണം. പിന്നെയോ 75 ഗുണിക്കണം 3 ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? 10 ഗുണിക്കണം 3 ചെയ്യണം. അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? നോക്കിയേ, 10 ഗുണിക്കണം 3 ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞേ? 10നെ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ സംഖ്യ എഴുതിയിട്ട് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉത്തരം പെട്ടെന്ന് കിട്ടി, 30 എന്ന് കിട്ടി. ഇനിയോ 75 ഗുണിക്കണം 3. ഇത് നമുക്ക് എളുപ്പം അറിയില്ലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയ്ത് നോക്കും. 75 ഗുണിക്കണം 3 ചെയ്താൽ എത്ര കിട്ടും? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 3 15. ദെൻ 5 എഴുതും, 1 ബാലൻസ്. 7 മൾട്ടിപ്ലൈഡ് വിത്ത് 3 21. 21 പ്ലസ് 1 22. Then the answer will be 225. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടണം. 225. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടി എഴുതണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 225 പ്ലസ് നേരത്തെ നമ്മൾ എഴുതിയ 30 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 5. 3 പ്ലസ് 2 5. പിന്നെ 2. ദ ആൻസർ വിൽ ബി 225. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. ഇനി ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നമുക്ക് 32ൻ്റെ കണ്ടുപിടിക്കണം. 32 മൾട്ടിപ്ലൈഡ് വിത്ത് 5 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും എന്ന് നമുക്ക് ആദ്യം എഴുതി വെച്ചാലോ? ആദ്യം നമുക്ക് എത്ര കിട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ? നോക്കിക്കോളൂ, 32 ഗുണിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ 32 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 5. എന്തായിരിക്കും ഉത്തരം? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 2 10. 0 1 ബാലൻസ്. 5 മൾട്ടിപ്ലൈഡ് വിത്ത് 3 5 മൾട്ടിപ്ലൈഡ് വിത്ത് 3 15. ദെൻ ബാലൻസ് 1. 15 പ്ലസ് 1 16. സോ ദ ആൻസർ വിൽ ബി 160. 160 ആയിരിക്കും ഉത്തരം അല്ലേ? ഇത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ മറ്റൊരു രീതി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10ൻ്റെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം അല്ലേ? 32 ഗുണിക്കണം 5 എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞു? 32ന് എങ്ങനെയാണ് നമുക്ക് 10 പ്ലസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുക? എങ്ങനെ എഴുതാൻ പറ്റുക? അപ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റ് ഇടും. എന്നിട്ടോ 10 പ്ലസ് ഇവിടെ എന്തോ എഴുതണം. അപ്പോൾ ഏത് സംഖ്യയോട് 10 കൂട്ടിക്കഴിഞ്ഞാലാണ് 32 കിട്ടുക? ഏത് സംഖ്യയോട് 10 കൂട്ടിയാലാണ് 32 കിട്ടുക? വെരി ഗുഡ്, 22. അപ്പോൾ 22 എഴുതി ബ്രാക്കറ്റ് കൂട്ടി 5 മൾട്ടിപ്ലൈഡ് വിത്ത് 5. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഓരോന്നിനെയും ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 5നെ വീണ്ടും 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി.
ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 10 മൾട്ടിപ്ലൈഡ് വിത്ത് 5 ചെയ്യും. എത്രയായിരിക്കും ഉത്തരം ഉണ്ടാവുക? 10 മൾട്ടിപ്ലൈഡ് വിത്ത് 5. അതല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. എത്രയാണ്? ഇത് ചെയ്തു നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു 5 എഴുതുക, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട്. ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത് നോക്കൂ. അടുത്ത ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ഇവിടെ പറയുന്നത്? 22നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 22 മൾട്ടിപ്ലൈഡ് വിത്ത് 5. എത്ര ഉത്തരം കിട്ടുക? നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ? ചെയ്ത് നോക്കാം. 22 മൾട്ടിപ്ലൈഡ് വിത്ത് 5 എത്രയാണ്? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 2 എത്രയാണ്? 10. 0 എഴുതി, 1 ബാലൻസ്. 5 മൾട്ടിപ്ലൈഡ് വിത്ത് 2 എത്രയാണ്? 10. then 10 plus this balance 10 ഒന്നും 11. the answer will be 110. 110. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഈ കിട്ടിയ രണ്ട് ഉത്തരവും കൂട്ടി നോക്കണം. എത്രയാണ് കിട്ടുക? 110 കൂട്ടണം 50. 50 is added to 110. 0 plus 0 0. 5 plus 1 6. then 1. answer will be 160. നോക്കിയേ, നിങ്ങൾ നോക്കിയേ, നേരത്തെ നമ്മൾ കണ്ടെത്തിയ അതേ ഉത്തരവല്ലേ ഇതാ. ഇവിടെ നമ്മൾ 160 എഴുതിയിട്ടുണ്ട്. അതേ ആൻസർ തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സംഖ്യകളെ വിഭജിച്ചുകൊണ്ട് എഴുതിയിട്ട് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആകെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ എത്രയാണ് ആൻസർ വരിക എന്ന് മാത്രം നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കുക. ഇവിടെ എത്രയാണ് ആൻസർ വരിക എന്ന് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുക. ഈ ചോദ്യം വായിച്ച് നോക്കുക. A school decided to give pens to all children participating in the Onam festival. ഓണം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പെന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. The price of a pen is 6 rupees. അപ്പോൾ ഒരു പെന്നിൻ്റെ വില എന്ന് പറയുന്നത് 6 രൂപയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. And there are 256 children. അവിടെ എത്ര കുട്ടികളുണ്ട്? 256 കുട്ടികളുണ്ട്. വാട്ട് വുഡ് ബി ദ ടോട്ടൽ കോസ്റ്റ്? അങ്ങനെയാണെങ്കിൽ 256 കുട്ടികൾക്കും പെന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ആകെ എത്ര രൂപയാവും? നമ്മൾ നേരത്തെ പെന്നിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു പെന്നിന് 6 രൂപ. നമുക്ക് എത്ര പെന്ന് വേണം? 256 പെന്ന് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 256 ഗുണിക്കണം 6 കണ്ടാൽ മതി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 256 മൾട്ടിപ്ലൈഡ് വിത്ത് 6. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടെത്തിയിട്ട് എഴുതിയാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ സംശയം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യും. ഓക്കെ.